വെൽക്കം ടു മലയാളീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നല്ല വ്യത്യസ്തമായ ഒരു വിഭവമാണ്. എന്നും പുതുമയാർന്ന നല്ല വ്യത്യസ്തമായ വിഭവങ്ങളുമായിട്ടാണ് മലയാളീസ് കിച്ചൺ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഈ വീഡിയോസുകളൊക്കെ എത്തട്ടെ. അപ്പോൾ ഇന്നത്തെ എന്താണ് നല്ലൊരു ഡിഷാണ്, നമുക്കൊന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. ഞാൻ ഉമാകൃഷ്ണൻ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് വളരെ ഏറ്റവും പെട്ടെന്ന് അതുപോലെ ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. ഞാനിവിടെ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിക്കണം. അപ്പം ഇതിനൊപ്പം ഞാൻ പഞ്ചസാര എടുക്കുന്നുണ്ട്. പഞ്ചസാര നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഈ ബ്രെഡ് പൊടിക്കുമ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് ബ്രെഡ് പൊടിക്കാം. ഇത് ഞാൻ എന്തായാലും ഒന്ന് മുറിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. നമുക്കപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ബ്രെഡിൻ്റെ സ്ലൈസ് ചെറുതായിട്ടൊന്ന് പിച്ചി നമുക്കിതിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര. കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട. ഇത് ഞാൻ സ്വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഉപ്പ് ഉള്ള ബ്രെഡാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഈക്വൽ ആവാൻ വേണ്ടി ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപ്പുള്ള ബ്രെഡാണെങ്കിലും കുഴപ്പമില്ല. പഞ്ചസാര അപ്പോൾ അതനുസരിച്ച് ചേർക്കണമെന്നേ ഉള്ളൂ. ഇത് ഞാൻ സ്വീറ്റ് ബ്രെഡാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്തിട്ടുള്ളതാണ്. നമുക്കിതിലേക്ക് കുറച്ച് പാല്, വളരെ കുറച്ചായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊരു ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. അതായത് ഇതിപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് നല്ല ബോൾസായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളം പാല് മതിയാവും. കാര്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബോൾ ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിലാക്കാം. ഏകദേശം ഞാൻ 2 ടേബിൾ സ്പൂണോളം പാല് മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഞാൻ ഇതുപോലൊരു ബോളിൻ്റെ പരുവത്തിൽ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയൊരു ബോൾസാക്കി എടുത്ത് മാറ്റണം. അതിന് മുമ്പ് നമുക്കിതിനെ ഒന്ന് മുക്കിയെടുക്കാനായിട്ട് മൈദയുടെ ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീരെ ലൂസാകരുത്, എങ്കിൽ വളരെ വലിയ തിക്കാകുകയും ചെയ്യരുത്. നമുക്ക് അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. നമുക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ജീരകം ഒന്ന് കൈയും വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ജീരകത്തിൻ്റെ ടേസ്റ്റും കൂടി കിട്ടും. പിന്നെ കറുത്ത എള്ള് അത് ചേർത്താൽ നല്ലതാണ്. പിന്നെ നമുക്കൊരു പിഞ്ച് ഏലക്കാപ്പൂൾ. അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റിനും സ്മെല്ലും ഒക്കെ കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ബാറ്ററിനകത്ത് ഏലക്കാപ്പൊടി നമുക്ക് ബ്രെഡ് നമുക്ക് കുഴയ്ക്കുമ്പോൾ അതിനകത്ത് ചേർത്താലും ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ബാറ്ററിനകത്താണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്ക് മൈദയുടെ കൂട്ടും തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് മുക്കി പൊരിക്കാനായിട്ട് ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ വലിയൊരു ബോളിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പം ഞാൻ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ 9 ബോൾസ് എനിക്ക് അതിൽ നിന്നും 6 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 6 ബ്രെഡിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ പാലൊഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ബ്രെഡിൻ്റെ സൈസ് നോക്കണം. ചിലത് കുറച്ച് നല്ല വലിയ ഷേപ്പിൽ നല്ല കട്ടിക്കുള്ള ബ്രെഡ് കിട്ടും. അങ്ങനെയെങ്കിൽ നിങ്ങൾ പാലൊഴിക്കുമ്പോൾ അതനുസരിച്ച് ഒഴിക്കുക. ഇനി നമുക്കിത് ഈ മൈദയുടെ ബാറ്ററിൽ ജസ്റ്റ് ഒന്ന് മുക്കി നമുക്ക് എണ്ണയിലിട്ടെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബോൾസ് കൂടി എണ്ണയിലിട്ടെടുക്കാം. ഏറ്റവും എളുപ്പം തയ്യാറാക്കാൻ പറ്റും. നമുക്കിത് വെയിറ്റ് ഇപ്പം ബ്രെഡ് അരമണിക്കൂർ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് ഈ ബാറ്ററിൽ പിന്നെ ഗോതമ്പിൻ്റെ ഇപ്പം മൈദ നിങ്ങൾക്ക് ഹെൽത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പിൻ്റെ ബാറ്റർ ആണെങ്കിലും ഈ ഒരു ഡിഷിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ റൈസ് ഫ്ലവർ അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ കറുത്ത എള്ള്, ജീരകവും കറുത്ത എള്ളും ഒക്കെ ഇതിന് വളരെ ഭംഗിയും അതുപോലെ ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ ജീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ.
ഇതിപ്പോൾ നമുക്കിനി ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ, ഇതിപ്പം വൈറ്റ് നമ്മൾ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ആ ഒരു ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു ബോൾസ് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് യെല്ലോ ഇതായിട്ട് കിട്ടിയേനെ. നല്ല ക്രിസ്പി, പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ആ ഉള്ളിൽ നമ്മുടെ ആ ബ്രെഡിൻ്റെ നല്ലൊരു സോഫ്റ്റ്നെസ്സും നമുക്ക് ചായക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇതിപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പം എല്ലാവരും തന്നെ ഈ ഒരു ഡിഷ് തീർച്ചയായിട്ടും 4 മണിക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ചായ ഇടുന്നതിന് മുമ്പിട്ട് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഈ ഒരു സ്വീറ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. പതിവിലും വ്യത്യസ്തമായ ഇന്നത്തെ ഈ ഡിഷ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും ഒരുപാട് നന്ദി.